ആ വണ്ടി ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. ഓടിച്ചാലേ ആ വണ്ടി എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ആസ് പെർ വണ്ടിയുടെ പ്രൈസും വണ്ടിയുടെ ലുക്കും ഫീച്ചറും വെച്ച് നോക്കുന്ന സമയത്ത് ആ വണ്ടി കില്ലർ ഡീല് തന്നെയാണ്. എനിക്ക് ആ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ടു വരുന്നുണ്ട്. റിലയബിൾ ആയിട്ട് ഉള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇച്ചിരി വില ഫസ്റ്റിലെ കൂടുതൽ കൊടുത്താലും ആ ഒരു വണ്ടിക്ക് 60+ എങ്ങനെ പോയാലും ആയി. അപ്പോൾ യെസ്, ഫൈനലി നമ്മൾ ഒരു 5 ദിവസത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ചാനൽ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പഴയ ഒരു അവസ്ഥയിലോട്ട് വീണ്ടും പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒരു ചെറിയൊരു സംസാരം, ടോക്ക് മാത്രമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വണ്ടികൾ, അതിനെപ്പറ്റിയ ഒരു സംസാരം, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ബൈക്കുകൾ ഏതൊക്കെയാണ് ഇപ്പം നിലവിൽ കറൻ്റ്ലി, നിർത്തിപ്പോയ വണ്ടികളെ പറ്റിയും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ വണ്ടികളെ പറ്റിയും വിൻറ്റേജ് വണ്ടികളെ പറ്റിയൊന്നുമല്ല, ഇപ്പം നിലവിൽ സെയിൽസിലുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടികളെ പറ്റിയ ഒരു വീഡിയോ ചെയ്യുകയാണ്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് നല്ലപോലെ എക്സോസ്റ്റഡ് ആയി ചാനലിൻ്റെ പഴയ ഒരു ലെവലിലോട്ടൊക്കെ ഒരു 25% ഞാൻ എത്തിച്ചു. ഇനിയിപ്പം പഴയതുപോലെ മോട്ടോ വ്ളോഗിങ്, ബൈക്കുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയണ്ടേ, ഈ ഒരു കാലഘട്ടത്തിൽ വലിയ വ്യൂസോ കാരണം തന്നെ വരാൻ ചാൻസ് ഇല്ല. റിവ്യൂസിനാണ് ഇപ്പം ഒരു കൂടുതൽ ഡിമാൻഡ്. റിവ്യൂസ് എല്ലാ തവണയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്. നമ്മുടെ ഈ നാട്ടിൽ നിന്നുകൊണ്ട്, കായംകുളത്തിൽ നിന്നുകൊണ്ട് വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ്. എറണാകുളത്ത് പോയി സ്ഥിരം ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അതും ടാസ്ക്കാണ്. ഇവിടുന്ന് 100 കിലോമീറ്ററോളം. അപ്പോൾ ഒരു ചെറിയ റെസ്റ്റ് എടുത്താണ് ഇപ്പം വീണ്ടും നമ്മൾ ഇനിയിപ്പോൾ പവറായിട്ട് വരുന്നതായിരിക്കും. കുറേയധികം റിവ്യൂസൊക്കെ ഷൂട്ടിങ് കിടക്കുകയാണ്. സോ ഇപ്പം ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു വണ്ടി വാങ്ങാൻ നിൽക്കുകയാണ്. എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു കൺഫ്യൂഷനിൽ നിൽക്കുവാണെന്ന് നമുക്കറിയാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടിയെ പറ്റി എന്നെക്കൊണ്ട് അറിയാമെന്ന് പറ്റുന്നത് പോലെയൊക്കെയുള്ള ഡീറ്റെയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ഞാൻ എത്ര പറഞ്ഞു തന്നാലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ നോക്കണം ഫസ്റ്റായിട്ടും. അപ്പോൾ ഈ RTX എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങിയതിന് ശേഷം അഡ്വഞ്ചർ കാറ്റഗറിയിൽ ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ചായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വണ്ടി ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. ഓടിച്ചാലേ ആ വണ്ടി എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ആസ് പെർ വണ്ടിയുടെ പ്രൈസും വണ്ടിയുടെ ലുക്കും ഫീച്ചറും വെച്ച് നോക്കുന്ന സമയത്ത് ആ വണ്ടി കില്ലർ ഡീല് തന്നെയാണ്. എനിക്ക് ആ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ടു ആ ഒരു 400cc ലെവലിലോട്ടൊക്കെ ആ വണ്ടിയുടെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 2 ലക്ഷം രൂപയ്ക്ക് താഴെ. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ലിസ്റ്റിൽ RTX ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നിലവിൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടി എന്ന് പറയുന്നത്. അതിലും മുകളിലുള്ളൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് KTMൻ്റെ അഡ്വഞ്ചർ 390 ആണ്. എസ് വേരിയൻറ്റ്. എക്സും ഓക്കെ. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഭയങ്കര ഓവർ പ്രൈസ്ഡാണ് സത്യം പറഞ്ഞാൽ. നല്ല വണ്ടിയാണ്. എനിക്ക് ഒരുപക്ഷെ RTXനേക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വണ്ടി ADV 390 ആണെന്നുണ്ടെങ്കിലും അതിന് 2ാം സ്ഥാനം കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ വണ്ടിയുടെ പ്രൈസാണ്. തീർച്ചയായിട്ടും അത്ര വിലയ്ക്ക് 5,20,000 രൂപയാണ് ഇപ്പം ആ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എസ് വേരിയൻറ്റിന്. അപ്പോൾ അതിന് അത്രയ്ക്കുമുള്ള വിലയൊന്നും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഡൗട്ടാണ്. സോ അഡ്വഞ്ചർ 390 2ാമത്തെ സ്ഥാനത്തേക്ക് കൊടുക്കുകയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട്. ഈ 2 വണ്ടിയും തമ്മിൽ ഞാൻ ഭയങ്കര കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാര്യം നമ്മളെല്ലാം ഇപ്പം വീഡിയോ കാണുന്നവരും വീഡിയോ ചെയ്യുന്നവരും ഒക്കെ അത്യാവശ്യം വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളും കൂടെ എനിക്ക് സജസ്റ്റ് ചെയ്യും ഏതെങ്കിലും വണ്ടി. ഞാൻ ഈ 2 വണ്ടിയിൽ ഭയങ്കര ഡൗട്ടായിട്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഇപ്പം നിൽക്കുന്നത് പ്രൈസ് റേഞ്ച് വെച്ച് V-Strom ആണ്. V-Strom 250 SX. ഒരു സമയത്ത് ആ വണ്ടി ഓവർ പ്രൈസായിട്ട് ആ വണ്ടിയെ എല്ലാവരും പൊല്ല് വില കൊടുത്തൊരു വണ്ടിയാണ്. ഇപ്പം 2 ലക്ഷത്തി താഴെ 1.99 അങ്ങോട്ട് എക്സ്ഷോറൂം പ്രൈസ് 1.40 2.40 അങ്ങോട്ട് ഓൺ റോഡ് വരുന്ന സമയത്ത് റിലയബിലിറ്റിക്ക് പ്രാധാന്യം കൊടുത്ത് കംഫർട്ടിന്, നല്ല ലോങ് റൈഡിന് കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, വലിയ ഫീച്ചേഴ്സൊന്നും വേണ്ട എന്ന് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, മൈലേജിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ സുസുക്കി V-Strom ഈസ് ദ ബെറ്റർ വാല്യൂ ഫോർ മണി ഡീൽ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. അതൊരു കില്ലർ ഡീല് തന്നെയാണ് കേട്ടോ V-Strom 250 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പം പുതിയ കളറൊക്കെ കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. പക്ഷേ അടുത്ത അപ്ഡേഷനിൽ അവർ സുസുക്കി ഒന്ന് കനിയുവാണ്. കുറച്ചും കൂടെ ലോങ് ട്രാവൽ സസ്പെൻഷൻ ഒരു 170 mm എങ്കിലും മിനിമം കൊടുക്കണം. USD ഒന്നും വേണ്ട. അതുപോലെ തന്നെ ഒരു ലിക്വിഡ് കൂളിങ്ങും വേണ്ട. ഒരു നല്ലൊരു TFT ആക്സസിനൊക്കെ കൊടുത്തേക്കുന്ന TFT ഡിസ്പ്ലേ V-Stromനും കൂടെ കൊടുത്ത് 2.5 ലക്ഷത്തിന് താഴെയാണ് ആ ഒരു വണ്ടി. 19 ഇഞ്ച് വീല് കൂടെ കൊടുക്കും, 21 ഇഞ്ച് വീലും കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വണ്ടി ചൂടപ്പം പോലെ വിറ്റ് പോകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയിൽ ഇപ്പോൾ സുസുക്കി V-Stromനും കൂടെ നിസ്സംശയം ആഡായിരിക്കുകയാണ് ഇപ്പം തന്നെ. സോ
അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പൾസ് ആണ്. തീർച്ചയായിട്ടും എക്സ്പൾസ് 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാം സ്ഥാനം കൊടുക്കാനുള്ള മെയിൻ കാര്യം, അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റിൽ അതിന് ഇപ്പോൾ RTX ഇറങ്ങിയെങ്കിലും ബീറ്റ് ചെയ്യാൻ അത്രയും ഒരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള വണ്ടി ഉണ്ടോ? ഉണ്ട്. KLXൻ്റെ വില കുറഞ്ഞല്ലോ. ഒരു പ്രോപ്പർ ഡെഡ് ബൈക്ക് എന്നുള്ള രീതിയിൽ KLXും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോഴാണ് ഓർത്തത്, എൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്തതാണ്, പെട്ടെന്നാണ് ഓർമ്മ വന്നത്. സോ KLXും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്, എക്സ്പൾസും. രണ്ടുപേർക്കും കൂടെ 4ാം സ്ഥാനം കൊടുത്തിരിക്കുകയാണ് ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടികൾ. പക്ഷേ KLXൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ KLX കുറച്ച് അണ്ടർ പവേർഡ് ആയിട്ട് തോന്നും എക്സ്പൾസ് 210 കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പം ഏകദേശം വലിയ പവർ ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല രണ്ട് വണ്ടിയിലും. പക്ഷേ രണ്ട് പർപ്പസാണ്. ഒരെണ്ണം നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം, ടൂറിങ്ങും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഓഫ് റോഡിങ് ട്രയൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാം. മറ്റേതെന്ന് പറഞ്ഞാൽ ട്രയൽസ് മാത്രം ഫോക്കസ് ചെയ്ത് ഇറക്കിയൊരു വണ്ടിയാണ് KLX. അതുമാത്രമല്ല ഹീറോ എല്ലാ സ്ഥലത്തും സർവീസ് അവൈലബിൾ ആണ്. KLX എല്ലായിടവും സർവീസ് അവൈലബിൾ അല്ല, കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ബട്ട് വാല്യൂ ഫോർ മണിയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇപ്പം ഇനി 5ാം സ്ഥാനം കൊടുക്കാനുള്ളൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് FC ആണ്. FCS ഹൈബ്രിഡ്. അത് അണ്ടർ പവേർഡ് ആണ്, ഓവർ പ്രൈസ്ഡുമാണ്. പക്ഷേ ഞാൻ അതിന് സ്ഥാനം കൊടുക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് തരക്കേടില്ലാത്ത നല്ല മൈലേജും കംഫർട്ടും ഫീച്ചേഴ്സും ക്വാളിറ്റിയും വരുന്നുണ്ട്. സീരിയസ്ലി ക്വാളിറ്റിയുടെ കാര്യം യമഹയുടെ ഒരു ഇൻ്റർനാഷണൽ ലെവലോളം ഏകദേശം വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വണ്ടിയെ ഒരു ഡെയിലി കമ്മ്യൂട്ടറിന് ഒരിക്കലും വലിയ പവറൊന്നും വേണ്ട, അവന് യൂസബിൾ ആയിട്ടുള്ള ലോ എൻഡ് പവർ മാത്രം മതി. അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടിക്ക് TFT ഡിസ്പ്ലേയും ഹൈബ്രിഡും നല്ല കംഫർട്ടും സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബെറ്ററായിട്ട് നല്ല ക്വാളിറ്റിയും വരുന്നുണ്ട്. റിലയബിൾ ആയിട്ട് ഉള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇച്ചിരി വില ഫസ്റ്റിലെ കൂടുതൽ കൊടുത്താലും ആ ഒരു വണ്ടിക്ക് 60+ എങ്ങനെ പോയാലും മൈലേജ് കിട്ടുന്നുണ്ട്. സോ ഈ 5 വണ്ടികളാണ് ഇപ്പം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടികളെന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ നിൽക്കുന്ന വണ്ടികളിൽ വേറെ ബ്രാൻഡിൻ്റെ വണ്ടികൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇതുവരെ അങ്ങോട്ട് പ്രാന്തായിട്ടില്ല. ഈ പറഞ്ഞ വണ്ടികളൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല എൻ്റെ മനസ്സിൽ എന്നും ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ 2025. സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വർഷം ഇറങ്ങിയ വണ്ടികളിൽ ഏത് വണ്ടിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ പിടിച്ചുലച്ച വണ്ടി എന്ന് പറയുന്നത്? പിന്നെ എനിക്ക് ട്രയംഫിൻ്റെ മോഡൽസൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങോട്ട് വാങ്ങണം എന്ന ആഗ്രഹം ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല. ബട്ട് നല്ല വണ്ടികളാണ്. XC എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, നല്ല വണ്ടി തന്നെയാണ്. 4 ലക്ഷത്തിന് താഴെ ട്യൂബ്ലെസ് സ്പോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. സോ അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.